എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട്, അമ്മ വന്ന സമയത്ത് ഞങ്ങളിതെല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്, ഒരു പ്രശ്നമില്ലാതെ. അതെല്ലാം നിർത്തലാക്കിയത് അമ്മയല്ലേ? അതുകൂടാതെ ഞങ്ങൾ തമ്മിലുള്ള യൂണിറ്റ് പോലും ഇല്ലാതാക്കാൻ അമ്മ നോക്കിയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പം വൈജയന്തി പറയുവാണ്, സ്വന്തം അമ്മയോടില്ലാത്ത യൂണിറ്റി ഒന്നും നീ ഒന്നും കൊണ്ട നടക്കണ്ട എന്ന്. അന്നേരം ബബിത പറയുന്നുണ്ട്, അമ്മ അവൾ പറഞ്ഞത് എന്താണ് എന്ന് അമ്മ ആദ്യം കേൾക്ക്. ഞങ്ങൾ മര്യാദയ്ക്ക് ജോലികൾ ചെയ്തുകൊണ്ടിരുന്നപ്പം അമ്മയത് മുടക്കി. അതെന്തിനു വേണ്ടിയായിരുന്നു? അലീന ചേച്ചിയോടുള്ള ദേഷ്യം കൊണ്ട്. അത് ഞങ്ങൾക്ക് മനസ്സിലായില്ലെന്നാണ് അമ്മ ഓർത്തത്. അമ്മ ഇവിടുത്തെ ഓരോ എക്സ്ട്രാ ജോലിയും ആ ചേച്ചിക്ക് എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുത്താണ് ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നത്. അതുപോലും ഞങ്ങൾക്കറിയാം. അപ്പോഴും അമ്മയ്ക്ക് ഞങ്ങളോട് ഇത്തിരി സ്നേഹത്തോടെ സംസാരിക്കാനോ അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ നിൽക്കാനോ അമ്മയ്ക്ക് സാധിക്കുകയല്ലോ എന്നൊക്കെ പറയുമ്പം വൈജയന്തി പറയുന്നുണ്ട്, അതെ നീയൊന്നും എന്നെ കൂടുതൽ പഠിപ്പിക്കാൻ വരണ്ട. ഇപ്പം നിങ്ങൾക്ക് എൻ്റെ കൂടെ വന്ന് എന്നെ സഹായിക്കാൻ പറ്റുമോ ഇല്ലയോ അതെനിക്ക് അറിഞ്ഞാൽ മതി എന്ന് പറയും. അന്നേരം കൃഷ്ണമോൾ പറയുന്നുണ്ട്, അമ്മയ്ക്ക് അത് മര്യാദയ്ക്ക് ഞങ്ങളോട് സംസാരിക്കാം. അമ്മ ഇവിടെ വന്ന് ഭീഷണി അതാണ് ഞങ്ങൾക്ക് ഇഷ്ടമല്ലാത്തത്. അമ്മയ്ക്ക് ഇവിടെ വന്ന് പറയാലോ, മക്കളെ എനിക്ക് പറ്റിയില്ല, നിങ്ങളൊന്ന് എൻ്റെ കൂടെ ജോലിക്ക് കൂടുക എന്ന്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും അമ്മയുടെ കൂടെ വരും. അതിന് പകരം നിങ്ങൾ കൂടിയില്ലെങ്കിൽ ഭക്ഷണം കഴിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ വരുന്നതുകൊണ്ടല്ലേ ഈ ദേഷ്യം വരുന്നത് എന്നൊക്കെ ചോദിക്കുമ്പം പിന്നെ ഒന്ന് ഒരു പൊട്ടിക്കൊന്ന് ഒതുങ്ങും. എന്നിട്ട് ചോദിക്കും, എന്നെ അപ്പോൾ വരാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും രണ്ടുപേരോട് വരാം എന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് ചെല്ലുവാട്ടോ. പിന്നെ കാണിക്കുന്നത് ബബിതയാണ്. ബബിത അടുക്കളയിൽ കയറി തൈരിൻ്റെ പാക്കറ്റൊക്കെ നന്നായിട്ട് കുലുക്കി അത് പൊട്ടിച്ചൊഴിക്കുവാണ്. അന്നേരം വൈജയന്തി വന്നിട്ട് ചോദിക്കും, നീ എന്തിനാ ഇതിട്ടിങ്ങനെ കുലുക്കുന്നത്? അത് മിക്സിക്ക് അതിട്ടൊന്ന് അടിച്ചാൽ പോരെ എന്ന് ചോദിക്കുമ്പം, എന്തിനാ മിക്സി എടുക്കുന്നത്? ഇതുപോലെ ചെയ്യാം, ഇതൊക്കെ എൻ്റെ ഒരു സ്റ്റൈലാണ് എന്നൊക്കെ പറയുവാണ്. അന്നേരം വൈജയന്തി പറയുന്നുണ്ട്, നീ നിൻ്റെ സ്റ്റൈൽ കാണിക്കാതെ മര്യാദയ്ക്ക് പണി എടുത്തിട്ട് പോകാൻ നോക്കുക എന്ന്. അന്നേരം ബബിത പറയും, മര്യാദയ്ക്ക് സംസാരിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഞാനും എൻ്റെ തനി സ്വരൂപം കാണിക്കും. അമ്മയ്ക്ക് ആരോടും മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയത്തില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും, ബബിതേ നിനക്ക് നിൻ്റെ സംസാരത്തിൽ യാതൊരു മര്യാദയില്ലാട്ടോ വന്നതെന്ന് പറയും. അന്നേരം ബബിത പറയുന്നുണ്ട്, ഞാൻ മര്യാദ കൊടുക്കേണ്ടടുത്ത് കൊടുക്കാറുണ്ട്. ഞാൻ ഇങ്ങനെ എന്തെങ്കിലും അച്ഛനോട് സംസാരിക്കുന്ന അമ്മ കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. കാരണം അച്ഛൻ നമ്മളോട് ഭയങ്കര മര്യാദയോടു കൂടിയാണ് സംസാരിക്കുന്നത്. എല്ലാവരോടും നല്ല റെസ്പെക്റ്റ് അച്ഛൻ കൊടുക്കാറുണ്ട്. ആ റെസ്പെക്റ്റ് ഞങ്ങൾ തിരിച്ചും കൊടുക്കും. അമ്മയ്ക്കത് ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് പറയുമ്പോഴത്തേക്കും വൈജയന്തി പറയുന്നുണ്ട്, ഞാനേ പണ്ട് തൊട്ടേ അങ്ങനെയാണ്. എനിക്കിഷ്ടമില്ലാത്തവരോടും എനിക്ക് ഇഷ്ടം തോന്നാത്ത പ്രവൃത്തിയോടും ഞാൻ പ്രതികരിച്ചിരിക്കും. അത് പണ്ട് തൊട്ടേ അങ്ങനെയാണ്. അത് ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. വൈജയന്തി ആരും കൂടുതൽ പഠിപ്പിക്കാൻ വരണ്ട എന്ന് പറയുമ്പം ബബിത പറയുന്നുണ്ട്, ഇതാണ് അമ്മയുടെ കുഴപ്പം. പിന്നെ അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തവരോട് അമ്മ ഇങ്ങനെ പെരുമാറുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് പണ്ട് തൊട്ടേ അച്ഛനെ ഇഷ്ടമല്ല. എൻ്റെ ഓർമ്മ വെച്ച കാലം തൊട്ട് അമ്മ അച്ഛനോട് ഇങ്ങനെ തന്നെയാണ് പെരുമാറുന്നത്. അപ്പോൾ അമ്മയ്ക്ക് അച്ഛനെ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല അമ്മ അങ്ങനെ പെരുമാറിക്കൊണ്ടിരുന്നത് എന്ന് ചോദിക്കുമ്പോഴേക്കും, ദേ ബബിത ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നിനക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നീ ഇടപെട്ടാൽ മതി, ആവശ്യമില്ലാതെ നീ കൂടുതൽ സംസാരിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ ബബിത പറയുന്നുണ്ട്, ഞാൻ കണ്ട കാര്യമാണ് പറഞ്ഞത് എന്ന്. എന്നിട്ട് പറയും, ഇനിയും ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ജോലിയൊന്നും ചെയ്യില്ല, ഞാൻ ഇറങ്ങിപ്പോകുമെന്ന് പറയും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമാണേ. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, നീ വാ പൂട്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക, അതാണ് നല്ലത് എന്ന്. എന്തെങ്കിലും സംസാരമൊക്കെ നിർത്തിയിട്ട് ഓരോന്നും ചെയ്യുവാണ്. അന്നേരം നിനക്ക് എന്നെ മിണ്ടാൻ മേലെന്ന് ചോദിക്കുമ്പോൾ മിണ്ടരുതെന്നല്ല പറഞ്ഞേക്കുന്നതെന്ന് കൈകൊണ്ട് കാണിക്കും. അന്നേരം അങ്ങോട്ടേക്ക് കൃഷ്ണമോൾ കയറി വരും. അന്നേരം കൃഷ്ണമോൾ പറയുന്നുണ്ട്, ഞാൻ ആ തുണിയെല്ലാം എടുത്തിട്ടു, ഇനി എന്തെങ്കിലും കഴുകാനുണ്ടോ എന്ന് ചോദിക്കുവാണ്. അന്നേരം വൈജയന്തി പറയും, നിങ്ങളുടെയൊക്കെ ഡ്രസ്സ് കഴുകാനില്ലേ, അത് കഴുകുകയെന്ന്. അന്നേരം ഞങ്ങളുടെയൊക്കെ ഡ്രസ്സ് ഓൾറെഡി ഞങ്ങൾ അന്നു തന്നെ കഴുകിയിടുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങളുടെ ഒന്നും പെൻഡിങ് ഇല്ല എന്ന് പറയുമ്പം വൈജയന്തി പറയും, എന്നാൽ എൻ്റെ ബെഡ്ഷീറ്റ് കൂടി ഒന്ന് കഴുകാനിടുക എന്ന്. എന്നിട്ട് അന്നേരം അതുകൂടി ഉള്ളോ എന്ന് പിന്നെ എടുത്ത് ചോദിക്കുമ്പം, പിന്നെ മുറ്റം തൂക്കണം, അത് കൃഷ്ണമോളോ നീയോ ആരാച്ച് തീരുമാനിച്ചോ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും കൃഷ്ണമോളോ ബബിതയുടെ മുഖത്തേക്ക് നോക്കും. അപ്പം ബബിത ഒന്നും മിണ്ടാതെ നിൽക്കുക. അന്നേരം എന്നെ പറ്റി ബബിത ചേച്ചിയുടെ നാക്ക് ഇനി വർക്ക് ചെയ്യല്ലേ, എന്നെ പ്രശ്നം എന്ന് ചോദിക്കും. അന്നേരം ബബിത ഇങ്ങനെ വൈജയന്തിയുടെ മുഖത്തേക്ക് നോക്കും. അന്നേരം വൈജയന്തി, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വാ തുറന്നങ്ങ് പറയടി എന്ന് പറയുക. അന്നേരം ബബിത പറയും, അതെ ഈ അടുക്കളയിൽ നിന്ന് പണിയെടുക്കണമെങ്കിൽ വാ പൂട്ടി വെച്ച് പണിയെടുക്കണം എന്ന് അമ്മ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ വാ പൂട്ടി വെച്ചത്, ഇനി എന്താണെന്ന് വെച്ചാൽ പറ എന്ന് പറയും. അന്നേരം കൃഷ്ണമോളി ചോദിക്കും, ആരാ മുറ്റമൊടിക്കുന്നത് എന്ന്. അന്നേരം ബബിത പറയും, അതിന് നമ്മൾ മുറ്റമൊടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, അവിടെ രോഹിയേട്ടൻ വെറുതെ ഇരിക്കുമല്ലേ, രോഹിയേട്ടൻ മുറ്റമൊടിക്കട്ടെ എന്ന് പറയുമ്പോഴത്തേക്കും, രോഹിയോ അവനൊരാണ്, അവനിനി ചൂലും എടുത്ത് വീടിൻ്റെ ഫ്രണ്ടിൽ പോയി മുറ്റമൊടിക്കേണ്ട കാര്യമൊന്നുമില്ല, അതിൻ്റെ ആവശ്യമില്ല, അതങ്ങനെ ചെയ്യണ്ട എന്ന് പറയുമ്പം കൃഷ്ണമോളി ചോദിക്കും, എന്തിനീ ആണ് പെണ്ണെന്നുള്ള വ്യത്യാസമൊക്കെ നോക്കുന്നത്? അമ്മയുടെ 3 മക്കൾ, അതിൽ ആര് ചെയ്താലും അമ്മയ്ക്ക് എന്താ കുഴപ്പം എന്ന് ചോദിക്കുവാണ്. അന്നേരം ബബിത പറയുന്നുണ്ട്, പണ്ട് അലീന ചേച്ചി ഉണ്ടായിരുന്ന സമയത്ത് എന്നാ രസമായിരുന്നു ജോലി ചെയ്യാൻ, അവിടെ യാതൊരു പക്ഷാഭേദവും ഇല്ല, ഓരോ ദിവസം ഓരോരുത്തർക്കും ഓരോ ജോലി കൊടുത്തിട്ടുണ്ട്, അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കും, ഞങ്ങളെല്ലാവരും എന്ത് ഭംഗിയായിട്ട് എന്ത് വൈബായിരുന്നു അന്നൊക്കെ ജോലി ചെയ്യാൻ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ദേഷ്യം വരും വൈജയന്തിക്ക്. ആ നശിച്ചവളുടെ പേര് ഈ വീട്ടിൽ
പറയരുത് എന്ന് ഞാൻ പലതവണ പറഞ്ഞേക്കുന്നതാണ്. ഈ കുടുംബം നശിപ്പിച്ചിട്ട് പോയതാണ് അവളുടെ പേര് പറയാൻ നിനക്കൊക്കെ നാണമില്ലേ എന്ന് പറയും. എന്നിട്ട് എനിക്കുണ്ടായ ഇങ്ങനത്തെ കുറേ 4 എണ്ണങ്ങൾ എന്ന് പറയുമ്പോഴേക്കും ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുവാണേ രണ്ടെണ്ണേ. എന്നിട്ട് ഭവതി ചോദിക്കും 4 പേരോ? ഞങ്ങൾ 3 മക്കളല്ലേ അമ്മയ്ക്കുള്ളൂ, ഈ 4മത്തേത് ഏതാ എന്ന് ചോദിക്കും. അന്നേരം ഞാൻ നിൻ്റെ അച്ഛനെയും കൂടെ കൂട്ടിയാണ് പറഞ്ഞത് എന്ന് പറയും. അന്നേരം കൃഷ്ണമോൾ അങ്ങനെയാണെങ്കിൽ ശരി, ഞാൻ ഓർത്തു എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും നീ എന്നെ അടി ഓർത്തേ എന്ന് ചോദിച്ച് കൃഷ്ണമോളുടെ അടുത്തോട്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് ചെല്ലുന്നുണ്ട് വൈജയന്തി. അപ്പോഴത്തേക്കും രോഹിത് വരും. എന്നിട്ട് രോഹിത് ചോദിക്കും എന്താ ഇവിടെ പ്രശ്നം, ഞാൻ ഇടപെടണോ എന്ന്. അന്നേരം അവർ പറയുന്നുണ്ട് മുറ്റമടിക്കുന്ന കാര്യം. അപ്പോൾ രോഹിത്തിന് കുഴപ്പമൊന്നുമില്ലേ, അത്രയേ ഉള്ളൂ, ഞാൻ എങ്ങനെയാണ് മുറ്റമടിക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് പറയുമ്പം വൈജയന്തി ചോദിക്കും നീ ഒരു ആണല്ലേടാ, നിനക്ക് നാണമില്ലേ എന്ന്. അന്നേരം ആണുങ്ങൾ മുറ്റമടിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കാണണമെങ്കിൽ പോരെ, ഞാൻ കാണിച്ചു തരാം എന്ന് പറയുമ്പോഴത്തേക്കും അടുത്ത ഡയലോഗ് വൈജയന്തിയുടെ നാണമില്ലാത്തവൻ്റെ ആസനത്തിൽ ആല് കിളിച്ചാൽ അതും തണലാന്നാണ് പറയുന്നത്, അതുകൊണ്ട് ഇനിയിപ്പം ഞാൻ കൂടുതൽ ഉപദേശിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ആ തണലിൽ നിന്ന് ഞാൻ അടിക്കുന്നത് കാണിച്ചു തരാമെന്ന് രോഹിത് പറയുന്നുണ്ട്. രോഹിത്തിന് ഇതൊക്കെ ഒരു രസമായിട്ട് തോന്നുന്നു. അത് കഴിഞ്ഞ് രോഹിത്തിൻ്റെ ഫോൺ എടുത്ത് കൊടുക്കും ഭവതിയുടെ കയ്യിൽ. എന്നിട്ട് നിന്നെ അലിനി ചേച്ചി വിളിച്ചായിരുന്നു, നീ തിരിച്ച് വിളിച്ചേരേ എന്ന് പറഞ്ഞ് കൊടുക്കുന്നതേക്കും ആ ഫോൺ അങ്ങ് തട്ടിപ്പറിക്കും വൈജയന്തി. എന്നിട്ട് പറയും ഈ വീട്ടിലെ ജോലിയൊക്കെ ചെയ്തതിന് ശേഷം നീ ഫോൺ ഉപയോഗിച്ചാൽ മതി എന്ന്. അന്നേരം ഭവിത ഞാൻ ചെയ്യാൻ വന്ന കാര്യങ്ങളെല്ലാം ചെയ്തത്, അമ്മ ആ ഫോൺ താ എന്ന് പറയുന്നു. അന്നേരം വൈജയന്തി പറയുന്നുണ്ട് ഈ ഫോൺ ഇപ്പം തരുന്നില്ല, ഇപ്പം നിനക്ക് ഈ ഫോണിൻ്റെ ആവശ്യമില്ല എന്ന്. അന്നേരം രണ്ടുപേരുടെ തർക്കമാണേ, അമ്മ തരിയേല ഉറപ്പാണോ എന്ന് ചോദിക്കുമ്പോൾ തരിയേല എന്ന് ഞാനാ പറഞ്ഞത് എന്ന് പറയും. അന്നേരം കൃഷ്ണമോളി ചോദിക്കുന്നുണ്ട് എന്തിനാ അമ്മ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത്, അമ്മയ്ക്ക് ആ ഫോണും കൊടുക്കാൻ മേലെ എന്ന് ചോദിക്കുമ്പോൾ നീ നിൻ്റെ കാര്യം നോക്കടി എന്ന് പറഞ്ഞ് കൃഷ്ണമോളോടും ദേഷ്യപ്പെടും. അന്നേരം ബബിത വൈജയന്തിയോട് ചോദിക്കും അമ്മ ഉറപ്പിച്ച കാര്യമാണോ, അമ്മ എനിക്ക് ആ ഫോൺ തരിയേലേ എന്നിങ്ങനെ ചോദിക്കുക. അന്നേരം ഇല്ല, തരിയേലെന്ന് പറഞ്ഞത് വൈജയന്തിയാണ്, തരിയേല എന്ന് പറയുന്നു. അന്നേരം തൊട്ടപ്പുറത്ത് വൈജയന്തിയുടെ ഫോൺ ഇരിപ്പുണ്ടായിരുന്നു, ആ ഫോൺ എടുത്തുകൊണ്ട് ഓടും ബബിത. എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് അത് തന്നെ വേണമെന്നില്ല, ഏത് ഫോണിൽ നിന്ന് കോൾ വിളിക്കാൻ എനിക്കറിയാമെന്ന്. പുറകെ ഓടിച്ചില്ലും എൻ്റെ ഫോൺ താടി എന്നൊക്കെ പറഞ്ഞ്, പക്ഷേ കൊടുക്കുകയില്ല, ബബുതിയല്ല സാധനം. ആകെ വിഷമിച്ച് നിൽക്കുവാണേ. എന്തെങ്കിലും ചൂലെടുത്തുകൊണ്ട് വന്നിട്ട് രോഹിത് ഇത്തിരി സ്ഥലം തരാമോ, ഞാൻ പൊയ്ക്കോളാം എന്ന് പറഞ്ഞ് രോഹിത് അങ്ങ് പോകും. തൊട്ടു പുറകെ വരുന്നത് കൃഷ്ണമോളാണ്. കൃഷ്ണമോൾ വൈജയന്തിയോട് പറയുവാണ് ഞാനാണ് ഈ വീട്ടിലെ ഏറ്റവും ചെറുത് എന്ന് എനിക്കറിയാം, എന്നാലും ചില സമയത്ത് എൻ്റെ വായിൽ നിന്നും വലിയ വർത്തമാനമൊക്കെ വരാറുണ്ട്, അതുകൊണ്ട് പറയുക എന്നേക്കാൾ ചെറുതാകാൻ നോക്കരുത് കേട്ടോ, ഭയങ്കര കഷ്ടമായി ഇത് എന്ന് പറഞ്ഞിട്ടങ്ങ് പോകും. മക്കളുടെ അടുത്ത് പിടിച്ച് നിൽക്കാൻ പറ്റാതെ ആകെ വിഷമിച്ച് നിൽക്കുക വൈജയന്തി. ഏതായാലും അവിടുന്ന് പോകുന്ന ബബിത നേരെ റൂമിൽ കയറി വാതിൽ കുറ്റിയിട്ടിട്ട് അലീനയെ വിളിക്കുവാണ്. അലീനയെ വിളിച്ച് കഴിയുമ്പോൾ ഫോൺ എടുത്ത് കഴിയുമ്പം വൈജയന്തിയുടെ നമ്പറെല്ലാം അങ്ങോട്ട് ചെല്ലുന്നത്. അതുകൊണ്ട് അലീനയ്ക്കൊരു ടെൻഷൻ. എന്നിട്ട് ഫോൺ എടുത്ത് ഹലോ എന്ന് ഭയങ്കര ബഹുമാനത്തോടെ ഇങ്ങനെ പയ്യെ വിളിക്കുമ്പോൾ ഇപ്പോഴത്തെ സൈഡിൽ നിന്ന് ബബിത വൈജയന്തി പറയുന്ന പോലെ പറയുവാണ് എൻ്റെ വീട്ടിൽ കയറി വന്ന് എൻ്റെ കുടുംബം നശിപ്പിച്ചിട്ട് പോയവളെ, എൻ്റെ പിള്ളേരെ മയക്കിയെടുത്തവളെ, നിനക്ക് സമാധാനം ആയോടി എന്ന് ചോദിക്കുന്നു. അന്തേക്കും നീ ആയിരുന്നോ, ഇപ്പം നീ എൻ്റെ അടുത്തുണ്ടായിരുന്നു, നിൻ്റെ ഞാൻ ചെവി ഞാൻ പൊന്നാക്കിയേനെ എന്ന് പറയും. അന്നേരം ബബിത പറയുന്നുണ്ട് ഇത് അമ്മയുടെ ഫോണല്ലേ, അമ്മയുടെ ചീത്ത കേൾക്കാൻ റെഡി ആയിട്ടല്ലേ ചേച്ചി ഫോൺ എടുത്തത് ആ നമ്പർ കണ്ടപ്പം, അപ്പോൾ ചേച്ചിയേനെയും നിരുത്സാഹപ്പെടുത്തുകയും വിഷമിപ്പിക്കുകയും ചെയ്യേണ്ട, അമ്മയുടെ ഫോണിനും ഒരാശ്വാസം കിട്ടും, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ആദ്യം പറഞ്ഞത് എന്ന് പറയും. അത് കഴിഞ്ഞ് വിശേഷമൊക്കെ പറയുമ്പം ബബിത പറയുന്നുണ്ട് കേട്ടോ അമലിൻ്റെ കാര്യം, അവൻ എന്നെ ചീറ്റ് ചെയ്യുവാണോ എന്ന് എനിക്ക് സംശയമുണ്ട്, എനിക്കതുകൊണ്ട് ഭയങ്കര വിഷമമാണ്, എനിക്ക് ആരോടും ഒന്നും പറയാനും പറ്റിയല്ല, ഞാൻ ഇനി എന്താ ചെയ്യേണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പം അലീന ആശ്വസിപ്പിക്കുന്നുണ്ട്. അവൻ്റെ കൂടെ ഒരു പെണ്ണിനെ കണ്ടു എന്ന് കരുതി അത് അവൻ്റെ കസിൻ സിസ്റ്റേഴ്സോ അല്ലെങ്കിൽ അനീത്തിയോ ആരെങ്കിലും ആണോ എന്ന് നിനക്കറിയത്തില്ലല്ലോ, നമുക്കതിന് പരിഹാരം ഉണ്ടാക്കാം, നീ വിഷമിക്കേണ്ട എന്ന് പറയും. അതുപോലെ നിൻ്റെ ഫോൺ എന്ത് ചെയ്യുന്നു നോക്കുമ്പോൾ ഫോൺ പൊട്ടിപ്പോയി എന്ന് പറയും. ഞാൻ അച്ഛനോട് മേടിച്ച് തരാൻ പറ എന്ന് പറയുമ്പം അച്ഛനോട് പറയാം എനിക്കൊരു മടിയാണ് ചേച്ചി എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട് എങ്കിൽ ഞാൻ മേടിച്ച് തരാം, പണ്ടത്തെ പോലെയൊന്നുമല്ല എൻ്റെ കയ്യിൽ ഇപ്പോൾ പൈസയുണ്ട് എന്ന് പറയുമ്പം ചേച്ചി അങ്ങ് കൊളുത്തുപുഴയിലല്ലേ, എനിക്ക് എങ്ങനെയാണ് മേടിച്ച് തരുന്നത് എന്ന് ചോദിക്കും. അന്നേരം ബബിതയോട് അലീന പറയുവാണ് നീ ഒരു ഷോപ്പിൽ പോയി നല്ലൊരു ഫോൺ സെലക്ട് ചെയ്തിട്ട് എന്നെ വിളിച്ച് പറഞ്ഞാൽ മതി, ഞാൻ ആ കടയിലേക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്തോളാം, അപ്പോൾ പ്രശ്നമില്ലല്ലോ എന്ന്. അതൊക്കെ ഞാൻ ആലോചിച്ചിട്ട് പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരം മുന്നോട്ട് പോകുമ്പോഴേക്കും അപ്പുറത്തുനിന്ന് വൈജയന്തിയുടെ വിളി കേൾക്കും. അന്നേരം ഞാൻ വെക്കും കേട്ടോ ചേച്ചി, പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് ഫോൺ വെച്ചിട്ട് പോവാണ് ബബിത. പിന്നെ കാണിക്കുന്നത് സ്റ്റാൻലി പുറത്തേക്ക് വരുമ്പം സ്റ്റാൻലി കേൾക്കുവാണ് അലീന ബാലേന്ദ്രനെ ഫോൺ വിളിക്കുന്നത്. അച്ഛൻ എന്തിനാ ഇന്നലെ കുടിച്ചത്, അച്ഛനോട് കുടിക്കരുതെന്ന് പറഞ്ഞേക്കുന്നതല്ലേ, ഞാൻ അവിടെ ഇല്ലെങ്കിലും അവിടെ ഒരു ഈച്ച പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അറിയും, അതുകൊണ്ട് അച്ഛൻ ഇനി മദ്യപിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്നു. എന്നിട്ട് അലീന പറയുന്നുണ്ട് എൻ്റെ കാര്യം എന്താവും എന്ന് എനിക്കറിയത്തില്ല, എനിക്ക് എൻ്റെ അച്ഛനെ വിട്ടിട്ട് ഇങ്ങോട്ട് വരണ്ടായിരുന്നു എന്ന് പോലും തോന്നാറുണ്ട്, കാരണം ഞാൻ ഒരു മൂലയിൽ ഇങ്ങനെ കഴിയുന്നു, വേറൊരു മൂലയിൽ സ്റ്റാൻലി പപ്പ കഴിയുന്നു, പിന്നെ കുറേ പെരിച്ചാഴികളെ പോലെ
ജോലിക്കാരുണ്ട്, അവർ കയറി ഇറങ്ങി നടക്കുന്നു, അത്രയൊക്കെ എനിക്ക് തോന്നാറുള്ളൂ. അതുകൊണ്ട് അച്ഛൻ ഇനി കുടിക്കുകയൊന്നും ചെയ്യരുത്, അച്ഛനൊന്നും സംഭവിക്കരുത്. ഇവിടെ ഒരാളാണെങ്കിൽ കുടിക്കാൻ വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത്. എനിക്കിതൊരു കുടുംബമായിട്ട് പോലും തോന്നുന്നില്ല അച്ഛാ. ശരിക്കും എനിക്ക് അവിടുന്ന് പോരണ്ടായിരുന്നു. ഇനിയിപ്പം എത്ര കാലം ഞാൻ ഇവിടെ ഉണ്ട് എന്ന് എനിക്കറിയത്തില്ല. കാരണം സ്റ്റാൻലി പാപ്പ കുടിക്കാനായി മാത്രം ജീവിക്കുന്നത് പോലെയാണ് ജീവിക്കുന്നത്. പിന്നെ എന്നെ വിചാരണ ചെയ്യാനുള്ള ന്യായാധിപന്മാരൊക്കെ റെഡിയായിക്കൊണ്ടിരിക്കുവാണ്. അവർ തിരശ്ശീലയ്ക്ക് മുന്നിലേക്ക് വരുമ്പം മിക്കവാറും ഞാൻ ഇവിടുന്ന് ഇറങ്ങി ഓടേണ്ടി വരും. അതുകൊണ്ട് എന്താവും എന്നറിയില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിഷമം പറയുവാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് സങ്കടം വരുന്നുണ്ട് സ്റ്റാൻലിക്ക്. കാരണം എനിക്ക് അവിടുന്ന് പോരണ്ടായിരുന്നു, എൻ്റെ അച്ഛൻ്റെ അടുത്ത് നിന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കേട്ടല്ലോ. അതുകൊണ്ട് തന്നെ അലീന ആ സംസാരം നിർത്താൻ വേണ്ടി ഒന്ന് ചുമയ്ക്കും അവിടെ നിന്ന്. അന്നത്തേക്കും അലീന തിരിഞ്ഞു നോക്കിയിട്ട് അതെ പപ്പ അടുത്തോട്ട് വന്നിട്ടുണ്ട്, എന്തോ പറയാനുണ്ടെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ അച്ഛനെ പിന്നെ വിളിക്കാൻ കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുമ്പോഴത്തേക്കും അപ്പുറത്ത് ആരായിരുന്നു, ബാലേന്ദ്രനായിരുന്നോ എന്ന് സ്റ്റാൻലി ചോദിക്കും. അതേ എന്ന് പറയുമ്പം സ്റ്റാൻലി ഇങ്ങനെ ഒത്തിരി വിഷമത്തോടെ ചോദിക്കുവാണേ, ബാലേന്ദ്രന് അത്രയ്ക്ക് ഇഷ്ടമാണോ നിന്നെ, ബാലേന്ദ്രന് അത്രയ്ക്ക് ഇഷ്ടമാണോ നിന്നെ എന്ന്. അന്നേരം അതെ, എന്നെ ഒരുപാട് ഇഷ്ടമാണ് അച്ഛന്, അതുപോലെ എനിക്കും ഒത്തിരി ഇഷ്ടമാണ് അച്ഛന് എന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് സ്റ്റാൻലി ചോദിക്കുവാണ്, അതെങ്ങനെയാണ് അയാൾക്ക് അത്രത്തോളം വാത്സല്യത്തോടു കൂടി നിന്നോട് പെരുമാറാൻ സാധിക്കുന്നത്, അതും അയാളെ വഞ്ചിച്ച ഒരു സ്ത്രീയുടെ മകളല്ലേ നീ, എന്നിട്ടും എന്ന് ചോദിക്കുമ്പം അലീന പറയുന്നുണ്ട്, ആ ഒരു കാര്യത്തിൽ എനിക്കും അത്ഭുതം തോന്നിയിട്ടുണ്ട്. അച്ഛൻ എന്ത് ഇഷ്ടത്തോടെ അതിനോട് പെരുമാറുന്നത് എന്നറിയാവോ, എന്നെ സങ്കടപ്പെടുത്തുന്നത് പോലും അച്ഛന് ഇഷ്ടമല്ലായിരുന്നു, അച്ഛന് മാത്രമേ ഈ ലോകത്ത് ഇങ്ങനെ പെരുമാറാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുമ്പം സ്റ്റാൻലി പറയുന്നുണ്ട്, ആ ഒരു കാര്യത്തിൽ എനിക്കും അത്ഭുതം തോന്നിയിട്ടുണ്ട്. അയാൾ നിന്നെ എൻ്റെ അടുത്ത് എത്തിച്ചു തന്നപ്പോൾ പലപ്പോഴും എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. അത് കഴിഞ്ഞ് സ്റ്റാൻലി തുറന്ന് ചോദിക്കും അലീനയോട്, ബാലേന്ദ്രനെ ഒരുപാട് ഇഷ്ടമാണല്ലേ നിനക്ക്, അത്രത്തോളം ഒന്നും ഞാൻ വരുന്നില്ല അല്ലേ എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട്, പപ്പ എനിക്ക് അച്ഛനെ ഭയങ്കര ഇഷ്ടമാണ്, കാരണം അച്ഛൻ അങ്ങനെയാണ്, ആ വാത്സല്യം കണ്ടില്ലെന്ന് അടിക്കാൻ എനിക്കൊണ്ട് സാധിക്കത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കും സ്റ്റാൻലി ഞാൻ അത്രയ്ക്ക് പോരാ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്, പക്ഷേ ഞാൻ ശ്രമിക്കാം, നല്ലൊരു പപ്പയാകാൻ വേണ്ടി ഞാൻ ശ്രമിക്കാം, എന്തുകൊണ്ടോ ഞാൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയി എന്നിങ്ങനെ പറഞ്ഞിട്ട് സ്റ്റാൻലി അങ്ങോട്ട് പോകാൻ തുടങ്ങുവാണ്. അന്നേരം അലീനയ്ക്കും ആകെ വിഷമമായേ. പോകുന്നതിന് മുമ്പ് ചോദിക്കുന്നുണ്ട്, നീ എന്താ ഭക്ഷണം കഴിക്കാത്തത് എന്ന്. അന്നേരം ഫാസ്റ്റിംഗ് ആണ് എന്ന് പറയുമ്പം ഫാസ്റ്റിംഗ് ആരോഗ്യത്തിന് നല്ലതാണ് എന്നൊക്കെ ആൾക്കാർ പറയും, പക്ഷേ നീ ക്ഷീണിച്ച് തളർന്നിരിക്കുവാണല്ലോ എന്ന് പറയുമ്പോഴും അലീനയൊന്നും മിണ്ടുന്നില്ല. സ്റ്റാൻലി അങ്ങോട്ട് പോകുന്നു. അത് കഴിഞ്ഞ് തിരിഞ്ഞ് നോക്കുമ്പം അലീന അവിടെ ആ തൂണിൻ്റെ ചോട്ടിൽ തന്നെ അങ്ങ് ഇരിക്കുവാണ്. ഇച്ചിരി നല്ല തളർച്ചയൊക്കെ ഉണ്ട് കേട്ടോ. അത് കാണുമ്പോൾ ഇത്തിരി വിഷമവും വരുന്നുണ്ട് സ്റ്റാൻലിക്ക്. അങ്ങനെ സ്റ്റാൻലി അങ്ങ് പോകുന്ന കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ തീരുന്നത്. പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട്. പ്രൊമോയിൽ സ്റ്റാൻലി അലീനയുടെ അടുത്തേക്ക് വന്ന് അലീനയോട് സംസാരിക്കുവാണ്. നല്ല ക്ഷീണം കാരണം കട്ടിൽ കയറി പുതച്ചുമൂടി കിടക്കുമായിരുന്നു. പിടിച്ചെഴുന്നേൽപ്പിക്കും. എന്നിട്ട് വാ, നീ എൻ്റെ കൂടെ വാ, ഇന്നൊരു തവണത്തേക്ക് നീ ഒന്ന് തോറ്റുതാ, എൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ വാ എന്നൊക്കെ പറയുമ്പോൾ അലീന പറയും, ഞാൻ ഈ ഒരു തവണത്തേക്ക് തോറ്റു തരാം, പക്ഷേ എപ്പോഴും തോക്കാൻ പപ്പ എന്നെ നിർബന്ധിക്കരുത്, കാരണം ജീവിതത്തിൽ ഒരുപാട് തോറ്റതിന് ശേഷമാണ് ഞാൻ ഇവിടെ വരെ എത്തി നിൽക്കുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും ആ കൈയും പിടിച്ച് സ്റ്റാൻലി അലീനയെ ഡൈനിങ് ഹാളിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ പോയി ഭക്ഷണം കഴിക്കാനിരിക്കുവാണ്. എന്നിട്ട് പൗലൂസിനെ വിളിച്ചിട്ട് പൗലൂസിനോട് പറയുന്നുണ്ട്, ഇനി ഇവിടുത്തെ കാര്യങ്ങൾ അലീന പറയുന്ന അനുസരിച്ച് മുന്നോട്ട് പോകും, അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നീ ജോലി ഉപേക്ഷിച്ച് പോകണം, അല്ലെങ്കിൽ അലീന പറയുന്നത് കേൾക്കണം, അതേ ഇവിടെ നടക്കുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് രണ്ടുപേരും ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. സ്റ്റാൻലി സ്നേഹത്തോടെ അലീനയുടെ വായിൽ ഭക്ഷണം വെച്ച് കൊടുക്കുന്നൊക്കെ ഉണ്ട്. ഭയങ്കര സന്തോഷം രണ്ടുപേർക്കും കേട്ടോ. അത് കഴിഞ്ഞ് മനുവിനെ വിളിക്കുന്നുണ്ട്. മനുവിനെ വിളിച്ച് സംസാരിക്കുന്നു. അന്നേരം മനുവിനോട് അലീന പറയുന്നുണ്ട്, എനിക്കുള്ളത് എന്നാണെങ്കിലും എൻ്റെ ജീവിതത്തിലേക്ക് വന്നെത്തും എന്ന് വിശ്വസിക്കുന്ന എനിക്ക് അതൊന്നും അത്ര പേടിയുള്ള കാര്യമല്ല എന്ന് പറയുന്നുണ്ട്. മനുവിൻ്റെ കാര്യം തന്നെയായിരിക്കാം. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ എന്താ നേരത്തെ പോലെ അന്വേഷണമൊന്നും ഇല്ലാത്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ റൊമാൻറ്റിക്കായി അവരുടെ കുറച്ച് സംസാരമൊക്കെ കഴിഞ്ഞ് ഒരുപാട് സന്തോഷത്തോടെ ഇരിക്കുന്ന മനുവിനെയും കാണിക്കുന്നുണ്ട്.